ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ബൺ മസ്കയും ഇറാനി ചായ ഉണ്ടാക്കിയാലോ. ഇപ്പം എവിടെ നോക്കിയാലും ട്രെൻഡിങ്ങിലുള്ള ഐറ്റമാണല്ലോ ഈ ഒരു ബൺ മസ്കയും ഇറാനി ചായയും. ഇത് ഇത്രത്തോളം ട്രെൻഡിങ് ആവാൻ വേറൊന്നും അല്ല കേട്ടോ, കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ബട്ടറും മിൽക്ക് മെയ്ഡിൻ്റെയും ബന്നിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ബൺ മസ്ക് ഉണ്ടാക്കാം. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടറിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് ലോ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല ക്രീമി ആവുന്നവരെ മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത്യാവശ്യം മധുരം വേണം ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ. അതുകൊണ്ട് ഞാനൊരു 6 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പക്ഷെ മധുരം ഉണ്ടായാലാണ് ബന്ന് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഒന്നും കൂടി 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയി കേട്ടോ. ഇതുപോലെ ഉണ്ടാവും നമ്മുടെ ക്രീം, നല്ല തിക്കായിട്ട് കേട്ടോ. ഇനി വേണ്ടത് ബന്നാണ്. നമുക്കിതിൽ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ബന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ബന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പം മിൽക്ക് ബന്ന് വെച്ചിട്ടും കഴിച്ചിന്, അഥവാ ബട്ടർ ബന്നും വെച്ചിട്ട് കഴിച്ചിന്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബട്ടർ ബന്നാണ് കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഒന്നും ഇല്ലാണ്ട് ബട്ടറിൻ്റെ ഫ്ലേവറുള്ള ബന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെടുക്കുന്നില്ലെങ്കിൽ സാധാരണ ബന്നുണ്ടല്ലോ നമ്മൾ ചായക്ക് കഴിക്കുന്ന, ഒരു 40 രൂപ 30 രൂപയുടെ അതിനുണ്ടാവും. ആ ഒരു ബന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് പാനിലൊന്ന് ചൂടാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഫില്ലിങ്ങിൽ ഒന്ന് നടുക്ക് കയറിയിട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ചുറ്റോട് ചുറ്റും ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ബൺ മസ്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൽ ടോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി ബട്ടറിൻ്റെ ഫ്ലേവറുള്ള ഒരു ബന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം എല്ലാ ബന്നും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് പുറത്ത് നല്ലോണം ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒരു ബൈറ്റ് കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ബൺ മസ്ക് അവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ കുടിക്കാൻ ഒരു ഇറാനി ചായയും കൂടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചായ ഉണ്ടാക്കുന്നത് ആ ഒരു ചായൻ്റെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് ഈ ഒരു സ്പൈസസ് ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത്. അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് 3 വിസിലിന് വേവിച്ചെടുക്കണം. 3-4 വിസിൽ. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 3-4 വിസിലിന് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. 4 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു ഇത് പോയി കഴിഞ്ഞാൽ, എയർ പോയി കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ മസാലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്പൈസസിൻ്റെ മണാട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. ഒരു ചായച്ചമ്പ് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 3 കപ്പ്, അതായത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചായ കുടിക്കുന്നത് ആ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പാലൊഴിക്കാം. ഇനി ഈ ഒരു പാല് നമുക്ക് 2 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നുകിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് വെച്ചിട്ടുള്ളത്. പഞ്ചസാരയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതായത് 3 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് ഒരു പാല് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ പാൽപ്പാടൊക്കെ മേലിൽ നന്നായിട്ടൊന്ന് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ.
അങ്ങനെ 3 ഗ്ലാസ് 2 ഗ്ലാസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതാ ഈ ഒരു കുക്കറിലുള്ള ആ ഒരു ടീ നമുക്ക് ഒരു കപ്പിലേക്ക് ഒഴിക്കാട്ടോ, അരിച്ച് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമുക്കിതാ കുറച്ച് നമ്മളുടെ കടുപ്പത്തിനനുസരിച്ചിട്ടുള്ള പാലൊഴിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു മസാലൻ്റെ ടീയും കൂടി അതിൻ്റെ മേലേൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പാല് കൂടുതൽ വേണമെങ്കിൽ പാല് കൂടുതൽ ഒഴിക്കുക, അല്ലെങ്കിൽ ലൈറ്റായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. അങ്ങനെ ഒരു മീഡിയം കടുപ്പത്തിൽ ഞാനിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടും ഉണ്ടാക്കി, ഇറാനി ചായ ഉണ്ടാക്കി, ബൺ മസ്കി ഉണ്ടാക്കി. അല്ല നമുക്കിത് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ആദ്യം ഒരു ബൈറ്റ് എടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റിയാണ് ഇത്. ഞാൻ ഫസ്റ്റ് തന്നെ ട്രെൻഡിങ്ങിലായാലും തന്നെ ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിനേനു. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അതായത് നമ്മൾ ഇത് കഴിക്കുന്നത് അറിയൂല, ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കും, ഒരു മടുപ്പുണ്ടാവില്ല. പൊതുവേ നമ്മൾ പുറത്തുനിന്നൊക്കെ ക്രീം ബന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒന്നോ അല്ലെങ്കിൽ ഒരു രണ്ടോ കഴിക്കുമ്പോൾ മതിയാകും, ഒരു മസ്ത് പിടിപ്പിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കും. ആ ഒരു ബട്ടറിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാട്ടോ. ഇതിങ്ങനെ ഓരോ ബൈറ്റ് കഴിക്കുക. പക്ഷേ ചായയിൽ മുക്കി കഴിക്കുമ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ചായയിൽ മുക്കിയിട്ട് കഴിക്കണോ മുക്കാണ്ട് കഴിക്കണമെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ചായയിൽ മുക്കാണ്ട് കഴിക്കുന്ന കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.